സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ നമ്മളുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് നമ്മളുടെ മുന്നിലുള്ള ദിവസങ്ങൾ. ഇത്തരത്തിൽ കൃത്യമായിട്ട് നമ്മളുടെ മുന്നിലൊരു ദിവസമുണ്ട് അല്ലേ. അപ്പോൾ 11-ാം തീയതിയാണ് നമ്മളുടെ 11/11/2024 അല്ലേ. അപ്പോൾ ഏകദേശം നമുക്ക് ഏകദേശം നമ്മളുടെ കയ്യിൽ ഉണ്ടാവുക ഒരു 75 മുതൽ 80 ദിവസമാണ് നമ്മളുടെ കയ്യിൽ ഇനി നമുക്ക് മുന്നോട്ട് കിട്ടുന്നുണ്ടാവുക എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പോൾ ഈ ഒരു 75 ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു 80 ഡേയ്സ് അറൌണ്ട് 80 ഡേയ്സ് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വെബിനാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഇന്നത്തെ വെബിനാർ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, സോ നമ്മളുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നെങ്കിൽ നമ്മളുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ അല്ലെങ്കിൽ ടർണർ മെഷീനിസ്റ്റ് കോഴ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫിറ്റർ കോഴ്സ് അല്ലെങ്കിൽ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സോ നമ്മളുടെ ആ ഒരു റിവിഷൻ ടെസ്റ്റുകൾ അല്ലെങ്കിൽ റിവിഷൻ MCQ ഡിസ്കഷനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ എൻ്റെ സിലബസ് നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ട് നമുക്ക് പ്രധാനമായിട്ടും റിവിഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലെ. അഥവാ കുറച്ച് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പിന്നിലായെന്ന് കരുതി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയി പോയി എന്നുള്ളത് കരുതി അത് ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം നമ്മളുടെ ഈ 80 ഡേയ്സ് എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആണ്, മോർ ദാൻ സഫീഷ്യന്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മളുടെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 80 ഡേയ്സ് നമ്മുടെ മുന്നിലുള്ള 80 ഡേയ്സ് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒന്നേം തുടങ്ങി നമുക്ക് സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാമിന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ടൈം ഓൾറെഡി നമ്മുടെ മുന്നിലുണ്ട്. അഥവാ നമുക്ക് കംപ്ലീറ്റ് ആയവർ, അതായത് നമ്മളുടെ കോഴ്സിലൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിലബസ് കവേർഡ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു റിവിഷന്റെ ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ എക്സാമുകൾക്കൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ കുട്ടികൾ 1ാമത്തെ റാങ്ക് അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വരുന്ന എക്സാമിന്, നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിനും നമ്മളുടെ ഒരു ചിത്രം ഈ ഒരു പോസ്റ്ററിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ അതിന് ഈ പറയുന്ന പോസ്റ്ററിലേക്ക് എല്ലാവരുടെയും ചിത്രങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നമുക്ക് വരുന്ന എക്സാമിന് നല്ലൊരു മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ അത് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് പ്രധാനമായിട്ടും നമുക്ക് ആ മുന്നിലത്തെ റാങ്കിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാവുക. ഓക്കെ, പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ IT ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാമുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളുടെ മുന്നിൽ നമ്മളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്, ഒരു കൃത്യമായിട്ടുള്ളൊരു സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യുക, മാക്സിമം നമ്മൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മളുടെ മിക്ക എക്സാമുകൾക്കും നമ്മുടെ റീസെന്റ് വന്നിട്ടുള്ള നമ്മളുടെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ ഉയർന്ന റാങ്കിലേക്ക് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള റിവിഷനും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രാറ്റജി അതുകൊണ്ടാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രൂവൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് സ്റ്റഡി പ്ലാൻ ആണ്. ദെൻ സിലബസ് ഓൾറെഡി നമ്മൾ റീസെന്റ് അല്ലെങ്കിൽ നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതേ സിലബസ് തന്നെ ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും അതിനകത്തില്ല, അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ PSC റീസെന്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചു വന്നിട്ടുള്ള അതേ സിലബസ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ ലാസ്റ്റ് അതിന്റെ റെഫറൻസസും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് പോകാം. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവരും? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ.
സോ നമ്മളുടെ മുന്നിൽ ഏകദേശം 80 ഡേയ്സ് അവൈലബിൾ ആണ് എങ്കിൽ തന്നെ നമുക്കൊരു 50 ഡേയ്സ് കൊണ്ട് നമ്മൾ എന്താണ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ടോപ്പിക്കുകൾ റിവൈസ് ചെയ്തതിന് ശേഷം പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് മാക്സിമം MCQs മാക്സിമം എന്താണ് MCQs അല്ലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ ഒരു 50 ഡേയ്സ് കൊണ്ട് നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള ആ ഒരു എന്താണ് സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ഇത്തരത്തിൽ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 20 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 30 ഡേയ്സ് കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് അത് വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് 50 ഡേയ്സ് കൊണ്ട് കൃത്യമായിട്ട് നമ്മളത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് മാക്സിമം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള ടെസ്റ്റ് സീരീസുകൾ മാക്സിമം നമ്മൾ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. സോ അതിൽ മാക്സിമം കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിലും കൃത്യമായിട്ട് പഠിച്ചു വന്ന് നമ്മൾ എന്താണ് ആ ഒരു സെഷൻസ് അത് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു സെഷനിലൊക്കെ കൃത്യമായിട്ട് ഏകദേശം നമുക്ക് എന്താണ് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു അതേ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാകും. മാക്സിമം എന്താണ് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആകാൻ സാധ്യത വളരെ കൂടുതൽ. സോ അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ആ ഒരു സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 10 മൊഡ്യൂളുകളാണ്. നമുക്കറിയാം 10 മൊഡ്യൂളുകളായിട്ടാണ് നമ്മളുടെ സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ 10 മൊഡ്യൂളുകൾക്കും എന്താണ് 10 മാർക്ക് വെച്ചിട്ടാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതിനകത്ത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് എന്താണ് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്താണ് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾ. യഥാർത്ഥത്തിൽ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂൾസും അതുപോലെ തന്നെ മെഷറിംഗ് ടൂൾസുമാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്താ നോക്കിയേ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ. നമ്മൾ ഈ പ്രധാനമായിട്ടും ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾക്ക് എന്താണ് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കണം. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, അത്തരത്തിൽ പ്രിസൈസ് ആയിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ സഹായിക്കുന്ന പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫാസ്റ്റ്നേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ. ഇത്തരത്തിൽ നമുക്കറിയാം എന്താണ് ടെമ്പററി ഫാസ്റ്റ്നേഴ്സ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ളതുണ്ട്, സെമി പെർമനന്റ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫാസ്റ്റ്നേഴ്സ് പഠിക്കണം. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ അല്ലെ, ഇത്തരത്തിൽ പവർ ട്രാൻസ്മിഷൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഗിയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ചെയിൻ ഡ്രൈവ്സ് യൂസ് ചെയ്യാറുണ്ട്, ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യാറാണ്. അപ്പൊ അങ്ങനെ നിരവധി പവർ ട്രാൻസ്മിഷൻ മെത്തേഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് 5 മൊഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മൊഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 5 മൊഡ്യൂൾ കൂടി എന്താണ് 50 മാർക്കാണ് അല്ലെ, 50 മാർക്കായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത 5 മൊഡ്യൂൾ നോക്കി. സോ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, നമ്മുടെ മെറ്റലർജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട് മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് അലോയ്സ്, അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓക്കെ, സോ മൊഡ്യൂൾ 6 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി മൊഡ്യൂൾ 7 ഫോർജിങ് അല്ലെ, ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. സോ ഫോർജിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മാനുഫാക്ചറിങ് പ്രോസസ് തന്നെയാണ് അല്ലെ. ഫോർജിങ് എന്ന് പറയുന്നത് ഒരു സീറോ മാനുഫാക്ചറിങ് പ്രോസസ് തന്നെയാണ്. സോ മാനുഫാക്ചറിങ് പ്രോസസ് തന്നെയാണ്. സോ ആ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റൽ വർക്ക് അല്ലെ, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഷീറ്റ് മെറ്റൽ വർക്കാണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 8 നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് അഗെയിൻ വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെ. വെൽഡിംഗ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് പ്രോസസ് ആണ് വെൽഡിംഗ്. സോ വെൽഡിംഗ് നമുക്കറിയാം ഒരു പെർമനന്റ് ജോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് വൺ എന്താണ് ലെയ്ത്ത് അല്ലെ, മദർ ഓഫ് മെഷീൻസ് എന്നറിയപ്പെടുന്ന ലെയ്ത്ത് എന്ന് പറയുന്ന നമ്മളുടെ മെഷീൻ ടൂൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫിറ്റർ എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ഫിറ്റർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് 10 മൊഡ്യൂളുകളായി 10 ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇവിടെ എന്താണ് ഓരോന്നിനും 10 മാർക്ക് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ടോട്ടൽ ഡേയ്സ് നമുക്ക് ഒരു 50 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന ആദ്യത്തെ 50 ദിവസം കൊണ്ട് നമ്മൾ എന്താണ് ഈ ഒരു എന്താണ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ ഓരോ മൊഡ്യൂളുകൾ 5 ദിവസം എടുത്തുകൊണ്ട് നമുക്ക് എന്താണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഓരോ മൊഡ്യൂളിനും മാക്സിമം ഒരു 5 ദിവസം മതിയാകും. പക്ഷെ ആ ഒരു 5 ദിവസവും ഒരേ മൊഡ്യൂൾ തന്നെ ഇരുന്ന് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ അത് നമ്മളുടെ
നമ്മളുടെ ഒരു എന്താണ് സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മളുടെ ഒരു മൂഡ് അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂളിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഈ പറയുന്ന എന്താണ് നാലാമത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം, യാതൊരു സംശയമില്ല, അത് വിഷയമൊന്നും വരുന്നില്ല. പക്ഷെ ഇത് രണ്ടും കൂടി 10 ദിവസത്തിനുള്ളിൽ തീർക്കണം എന്നേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ എനിവേ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊരു 50 ദിവസം കൊണ്ട് എന്താണ് ഈ പറയുന്ന ഓരോ മൊഡ്യൂളുകളും പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ എന്താണ് ഓരോ ദിവസവും എന്താണ് അല്ലെങ്കിൽ ടൈം കിട്ടുന്ന അനുസരിച്ച് അത് റിവൈസ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ എന്താണ് നമ്മളിപ്പോ ഏകദേശം 8ാമത്തെ മൊഡ്യൂൾ എത്തിയെന്നുണ്ടെങ്കിൽ വീണ്ടും 1ാമത്തെ മൊഡ്യൂൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചു പോകുന്ന സമയത്തെല്ലാം നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്തോ ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അത് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്കുകൾ എന്നുള്ളത് ഓർത്തിരിക്കാം. സോ നമുക്ക് എന്താണ് ഈ നോക്കേണ്ടതായിട്ടുള്ളത് ഓരോ മൊഡ്യൂളുകളാണ്, പ്രധാനമായിട്ടും മൊഡ്യൂളുകളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതായിരിക്കും, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ഏതായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കി. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്, അല്ലെ, മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്. അപ്പൊ വളരെ ബേസിക് ആയിട്ട് നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് മെഷർമെന്റുകൾ എടുക്കേണ്ടതായിട്ടുണ്ടാവും, അല്ലെ. മെഷർമെന്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു വർക്ക് പീസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് എത്ര ലെങ്ത് എന്നുള്ളത് മെഷർമെന്റ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലീനിയർ മെഷർമെന്റുകൾ, അല്ലെ, ലീനിയർ മെഷർമെന്റ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീൽ റൂള്, അല്ലെ, നമ്മൾ സ്റ്റീൽ റൂൾ ഉണ്ട്. അപ്പോൾ സ്റ്റീൽ റൂളിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്? നമുക്കറിയാം അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ. സാധാരണ നമുക്കറിയാം എന്താണ് സ്റ്റീൽ റൂൾ നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ സ്റ്റീൽ റൂൾ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റീൽ റൂളിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് സ്റ്റീൽ റൂളുകൾ അവൈലബിൾ ആണ്? സോ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഫോർജിംഗിൽ, അല്ലെ, അല്ലെങ്കിൽ ഫോർജിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ റൂൾ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കേ. ഫോർജിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ റൂൾ ഏതാണ്? ഫോർജിങ്ങില് ഓക്കെ, നമുക്കറിയാം ബ്രാസ് റൂൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെ, ബ്രാസ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ നമുക്ക് സ്റ്റീൽ റൂൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റൂൾ അവൈലബിൾ ആണ്. സോ അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫോർജിങ്സിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെ. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രൈബേഴ്സ്, ഡിവൈഡേഴ്സ്, ഓക്കെ, സ്ക്രൈബേഴ്സ്, ഡിവൈഡേഴ്സ്, ദെൻ അതിനുവേണ്ടി നമുക്ക് ഡാറ്റംസ്, അല്ലെ, നമുക്ക് ഈ പറയുന്ന രീതിയിൽ മെഷർമെന്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റം കൊടുക്കുന്നുണ്ടാകും. സർഫസ് പ്ലേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം കാലിപ്പേഴ്സ് ഉണ്ട്. കാലിപ്പേഴ്സിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഓഡ് ലെഗ് കാലിപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ജെന്നി കാലിപ്പേഴ്സ്, അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജെന്നി കാലിപ്പേഴ്സ്. അങ്ങനെയുള്ള കാലിപ്പേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് മാർക്കിംഗ് പഞ്ചസ്, അല്ലെ, പഞ്ചസുമായി ബന്ധപ്പെട്ട് ഡോട്ട് പഞ്ച്, പ്രിക് പഞ്ച്, സെന്റർ പഞ്ച്, അങ്ങനെ ബെൽ പഞ്ച്, അങ്ങനെ നിരവധി പഞ്ചസ് ഉണ്ട്. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സർഫസ് ഗേജ്, ദെൻ വി ബ്ലോക്സ്. നമുക്കറിയാം നമ്മളുടെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ജോബുകളൊക്കെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വി ബ്ലോക്ക് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ഈ പറയുന്ന വി ബ്ലോക്കിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? അത് നമുക്കറിയാം 90 ഡിഗ്രി ആണ്, അല്ലെ. ഇത്തരത്തിൽ ഇൻക്ലൂഡഡ് ആംഗിൾ വിയുടെ ഷേപ്പിലെ ആ വിയുടെ ഇൻക്ലൂഡ് ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ളത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. സോ അത്തരത്തിൽ എന്താണ് ഹൈ ക്വാളിറ്റി കാസ്റ്റ് അയൺ കൊണ്ടൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇത് നിർമ്മിക്കാറുണ്ട്. ഓരോ ഗ്രേഡ് അനുസരിച്ച് മാറുന്നുണ്ടാകും. എനിവേ, അപ്പോൾ അത്തരത്തിൽ സർഫസ് പ്ലേറ്റുകൾ, then marking of tables, angle plates, parallels and combination set. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ പൂർണ്ണമായിട്ടും 10 മാർക്കിനുള്ള ചോദ്യം വരുന്നുണ്ടാവുക. 10 മാർക്കിന്. ഓക്കെ, ഈ പറയുന്ന 2-3 ലൈൻസ് ആണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വന്നാൽ തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു 10 മാർക്കിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് 10 മാർക്ക് ഈസി ആയിട്ട് നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ മൊഡ്യൂൾ 1 ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ചോദ്യം ഇതാണ്: which head is used to set and any required angle in the combination set? കോമ്പിനേഷൻ സെറ്റിനകത്ത് നമുക്ക് ആംഗിൾസ്, റിക്വയർഡ് ആംഗിൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ?
ഓക്കെ, അഭിലാഷ്, ചാക്കോ, മനീഷ് ഒക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഏതായിരിക്കും? സ്ക്വയർ ഹെഡ്, പ്രൊട്രാക്ടർ ഹെഡ്, സെന്റർ ഹെഡ്, റൂൾ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി. യെസ്, പ്രൊട്രാക്ടർ ഹെഡ് തന്നെയല്ലേ? ഇത്തരത്തിൽ പ്രൊട്രാക്ടർ ഹെഡ് തന്നെയാണ് നമുക്കറിയാം അത് വരുന്നുണ്ടാവുക. അപ്പൊ പ്രധാനപ്പെട്ട 4 ഹെഡുകളാണ്. അതായത് ഹെഡ് എന്ന് പറയുമ്പോൾ 3 ഹെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് പ്രൊട്രാക്ടർ ഹെഡ്, സ്ക്വയർ ഹെഡ്, സെന്റർ ഹെഡ് അല്ലെ? അപ്പൊ ഇത്തരത്തിൽ സ്ക്വയർ ഹെഡിനകത്ത് തന്നെ നമുക്ക് 90 ഡിഗ്രി സെറ്റ് ചെയ്യാൻ പറ്റും, 45 ഡിഗ്രി സെറ്റ് ചെയ്യാൻ സാധിക്കും. സെന്റർ ഹെഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രൊട്രാക്ടർ ഹെഡ് നമുക്ക് വേണ്ടുന്ന ആംഗിൾസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ആക്യുറസി, പ്രൊട്രാക്ടർ ഹെഡിന്റെ ആക്യുറസി എങ്ങനെയാണ് വരുന്നുണ്ടാവുക? ആക്യുറസി എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ഡിഗ്രി ആയിരിക്കും പ്രൊട്രാക്ടർ ഹെഡിന്റെ ആക്യുറസി? 1 ഡിഗ്രിയാണ് അല്ലെ? 1 ഡിഗ്രിയാണ്. അപ്പൊ അതുകൂടി ഓർത്തിരുന്നാൽ മതി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം നോക്കി, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ദാറ്റ് ഈസ് മാർക്കിംഗ് മീഡിയമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് കോപ്പർ സൾഫേറ്റ്, വാട്ടർ ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡാഷ്. വാട്ടർ ഉണ്ട്, ടർപ്പന്റൈന്, മിഥൈലേറ്റഡ് സ്പിരിറ്റ്, നൈട്രിക് ആസിഡ്. ഏതായിരിക്കും ഉത്തരം വരിക? ഏതാണ്? നൈട്രിക് ആസിഡ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്, നൈട്രിക് ആസിഡ് ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ വൈറ്റ് വാഷുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ മാർക്കിംഗ് മീഡിയ, വൈറ്റ് വാഷ്, മാർക്കിംഗ് ഗ്ലൂ, കോപ്പർ സൾഫേറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയാസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിൽ ചോക്ക് പൗഡേഴ്സ് മിക്സ്ഡ് വിത്ത് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാറുണ്ട് വൈറ്റ് വാഷ് ആയിട്ട്. ചോക്ക് മിക്സ്ഡ് വിത്ത് മിഥൈലേറ്റഡ് സ്പിരിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ലെഡ് പൗഡർ മിക്സ്ഡ് വിത്ത് ടർപ്പന്റൈൻ. ഇത്തരത്തിൽ ലെഡ് പൗഡറും ടർപ്പന്റൈനും മിക്സ് ചെയ്യുന്നു, ചോക്കും സ്പിരിറ്റും മിക്സ് ചെയ്യുന്നുണ്ടാകും, ചോക്കും വാട്ടറും മിക്സ് ചെയ്ത് നമുക്ക് വൈറ്റ് വാഷ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ദെൻ മാർക്കിംഗ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഇത്തരത്തിൽ കെമിക്കൽ ഡൈ ആണ്, ബ്ലൂ ബേസ്ഡ് കളർ മിക്സ്ഡ് വിത്ത് സ്പിരിറ്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം തുരിശ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? സോ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് കോപ്പർ സൾഫേറ്റ്, വാട്ടർ ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് നൈട്രിക് ആസിഡ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മാർക്കിംഗ്, ഇത്തരത്തിൽ എന്താണ് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ് അല്ലെ? പ്രധാനമായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂൾസും മെഷറിംഗ് ടൂൾസും. അപ്പൊ പ്രധാനമായിട്ട് നോക്കിയ ഹാമേഴ്സ് ഉണ്ട്, ദെൻ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൈസസ്, സി ക്ലാംസ്, ദെൻ ടൈപ്സ് ഓഫ് സ്പാനേഴ്സ്. നമുക്കറിയാം ടൈറ്റ് ചെയ്യാനൊക്കെ സ്പാനർ, പ്ലെയർ, സ്ക്രൂ ഡ്രൈവേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ നമ്മൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ടൂളുകളാണ്, ഹാൻഡ് ടൂളുകളാണ്. ദെൻ ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ, ലീനിയർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ. ദെൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർനെസ്, അതായത് സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ സ്ക്വയർ, അതിന്റെ ടൈപ്സ്. ദെൻ കാലിപ്പേഴ്സുമായി ബന്ധപ്പെട്ട് ജെന്നി കാലിപ്പേഴ്സ് അവൈലബിൾ ആണ്, നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഓടി ലെഗ് കാലിപ്പർ എന്ന് പറയുന്നുണ്ടാകും. സോ സ്ട്രെയിറ്റ് എഡ്ജ്, അതുപോലെ തന്നെ യൂണിറ്റ്സുമായി ബന്ധപ്പെട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ്, SI യൂണിറ്റ്സ്, മെഷർമെന്റ്സിന്റെ ആംഗിൾ മെഷർമെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ലൈക്ക് എന്താണ് സെമി പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ്, ദെൻ അതുപോലെ തന്നെ മെഷറിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡും ഉണ്ട്, മെട്രിക് സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെ? ഇത്തരത്തിൽ മെട്രോളജിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹാൻഡ് ടൂൾസുമാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ മൊഡ്യൂള്. 10 മാർക്കാണെന്നുള്ളത് അറിയാം. ചോദ്യം ഇതാണ്, ട്രൈ സ്ക്വയർ ആർ സ്പെസിഫൈഡ് ബൈ, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ട്രൈ സ്ക്വയർ ആർ സ്പെസിഫൈഡ് ബൈ, ഒരു ട്രൈ സ്ക്വയർ സ്പെസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലെങ്ത് ഓഫ് ദ സ്റ്റോക്ക്, ലെങ്ത് ഓഫ് ദ ബ്ലേഡ്, വിഡ്ത്ത് ഓഫ് ദ സ്റ്റോക്ക്, വിഡ്ത്ത് ഓഫ് ദ ബ്ലേഡ്. ഏതായിരിക്കും? ട്രൈ സ്ക്വയർ ആർ സ്പെസിഫൈഡ് ബൈ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആണ് അല്ലെ? ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആണ് ഓർത്തിരിക്കാം. അപ്പൊ സ്റ്റോക്കും ബ്ലേഡും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ബ്ലേഡ് അല്ലെ? ഈ പറയുന്ന ബ്ലേഡിന്റെ ലെങ്തിലാണ് നമ്മൾ അത് സ്പെസിഫൈ ചെയ്യുന്നത്. ചോദിച്ചിട്ടുള്ളതാണ് ആക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ 0.002 mm per 10 mm ലെങ്ത്. യഥാർത്ഥത്തിൽ 0.002 mm per 10 mm ലെങ്ത് ആണ് നമ്മുടെ ആക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ. മേഡപ്പ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ, യഥാർത്ഥത്തിൽ ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, നോട്ട് മെഷറിംഗ് അല്ല, ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അത് സ്ക്വയർനെസ്, ഫ്ലാറ്റ്നെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ ട്രൈ സ്ക്വയർ എന്ന് പറയുന്ന ടൂള് നമ്മൾ അവിടെ പരിചയപ്പെട്ടു. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, സ്ക്രൂ ഡ്രൈവർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ഡാഷ്, ലെങ്ത് ഓഫ് ദ ബ്ലേഡ്, വിഡ്ത്ത് ഓഫ് ദ ടിപ്പ്, ഡയമീറ്റർ ഓഫ് ദ ബ്ലേഡ്, ബോത്ത് A and B. Screwdriver is specified according to the, ഏതായിരിക്കും വരുന്നുണ്ടാവും? ആലോചിച്ച് നോക്കി.
screwdriver specified according to the, ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ഓക്കെ, ഇവിടെ വരെ ഉത്തരം എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലെ. ഇത്തരത്തിൽ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടിപ്പ് ആണ് സ്ക്രൂ ഡ്രൈവർ സ്പെസിഫൈ ചെയ്യുന്നത്. ഓർത്തിരിക്കുക. സോ സ്ക്രൂ ഡ്രൈവർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടിപ്പ്. ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെ സ്ക്രൂ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം. വൈസ് ക്ലാംസ്, മറ്റൊരു ചോദ്യം നോക്കി. വൈസ് ക്ലാംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, വൈസ് ക്ലാംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, വൈസ് ക്ലാംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അലൂമിനിയം, കോപ്പർ, മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ. ഏതായിരിക്കും ഉത്തരം വരാൻ സാധ്യത കൂടുതൽ? വൈസ് ക്ലാംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, വൈസ് ക്ലാംസ് അലൂമിനിയം. വൈസ് ക്ലാംസ് അല്ലെങ്കിൽ സോഫ്റ്റ് ജോസ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ ഈ പറയുന്ന വൈസിലേക്കൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ള പാർട്ടൊക്കെ ചിലപ്പോൾ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിൽ നിന്നൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് അത്തരത്തിലുള്ള അൺവാണ്ടഡ് സ്ക്രാച്ചസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈസ് ക്ലാമ്പിന്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ വൈസ് ക്ലാമ്പ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മളിവിടെ വർക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ അലൂമിനിയം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അലൂമിനിയം ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോ ആദ്യത്തെ 2 മൊഡ്യൂൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മളെല്ലാം ഇത് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അറിയാത്തതായിട്ട് ആരുമില്ല. അപ്പൊ അത് നമുക്ക് എന്താണ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം, നമുക്ക് കുഴപ്പമില്ല. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, സോ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഓക്കെ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കട്ടിംഗ് ടൂൾസ്. നമുക്കറിയാം നിരവധി കട്ടിംഗ് ടൂൾസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടുള്ള എന്താണ്, ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫയൽ അല്ലെ. ഇത്തരത്തിൽ മെറ്റൽ റിമൂവലുമായി ബന്ധപ്പെട്ട് മെഷീനിങ്ങുമായി ബന്ധപ്പെട്ട് ഫയൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് ടൈപ്സ് ഓഫ് ഫയലിനകത്ത് നമ്മൾ കട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരത്തിൽ എന്താണ് റഫ് ഫയൽ എന്നും, റഫ് ഫയല്, ബസ്റ്റാർഡ് ഫയല്, സ്മൂത്ത് അല്ലെങ്കിൽ എന്താണ് ഡെഡ് സ്മൂത്ത് ഫയൽ, അങ്ങനെ നമ്മൾ എന്താണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെ. സോ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫയൽസ്, നീഡിൽ ഫയൽസ്, സ്പെഷ്യൽ ഫയൽസ്, പിന്നിങ് ഓഫ് ഫയൽസ്. ഇത്തരത്തിൽ ഫയൽസിന്റെ ഇടയിലേക്ക് ചെറിയ എന്താണ് മെറ്റൽസ് വന്ന് അടിഞ്ഞുകൂടുന്നുണ്ടാകും. അത്തരത്തിൽ പിന്നിങ് ഓഫ് ഫയൽസ് നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ കോൺവെക്സിറ്റി ഓഫ് ഫയൽസ്, അതുപോലെ തന്നെ ഫയലിംഗ് ടെക്നിക്സ്, 3 തരത്തിലുള്ള ഫയലിംഗ് മെത്തേഡുകൾ, ട്രാൻസ്ഫേഴ്സ് ഫയലിംഗ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ഫയലിംഗ്, ഡയഗണൽ ഫയലിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഫയലുമായി ബന്ധപ്പെട്ട് അല്ലെ, ഫയൽ എന്ന് പറയുന്ന ടൂളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഫയലിന്റെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇവിടെ മുതലെയാണ്. ഫയൽ ലെങ്ത് പറഞ്ഞോളൂ. ടിപ്പ് ടു ഹീല്. ടിപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഏതാണ്? ടിപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേര് പോയിന്റ് കേട്ടോ. ടിപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോയിന്റ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ചിലപ്പോൾ എന്താണ് ടിപ്പ് ടു ഹീല് കാണില്ല, അവിടെ പോയിന്റ് ടു ഹീൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നാൽ അത് കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ അത് അങ്ങനെ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് മറ്റൊരു ടൂളാണ് ഹാക്സോ അല്ലെ. ഇത്തരത്തിൽ ഫയൽ കഴിഞ്ഞാൽ ഫയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാകും. അടുത്തതാണ് പ്രധാനമായിട്ടുള്ളത് ഹാക്സോ അല്ലെ. നമുക്കറിയാം എല്ലാവരും ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് ഹാക്സോയിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹാക്സോമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഹാക്സോ ബ്ലേഡ് ഹോൾഡ് ചെയ്യാനുള്ള ഫ്രെയിംസ്, ദെൻ ബ്ലേഡുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏതൊക്കെ ടൈപ്പ് ബ്ലേഡുകളാണ്, പിച്ചിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം എത്രയാണ് പിച്ചിന്റെ അടിസ്ഥാനത്തിൽ ഫൈന്, മീഡിയം, കോഴ്സ് അല്ലെ. ഫൈൻ, മീഡിയം, കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പിച്ചിന്റെ വാല്യൂ എത്രയാണ്? കോഴ്സ് ആണെങ്കിൽ പിച്ചിന്റെ വാല്യൂ എത്രയാണ്? കോഴ്സ് ആണെങ്കിൽ പിച്ചിന്റെ വാല്യൂ എത്രയായിരിക്കും? ഓപ്ഷൻസ് തരാം. പോയിന്റ് എത്രയാണ് ഓപ്ഷൻ വരുന്നുണ്ടാവുക? 0.8. പറഞ്ഞോളൂ. 1.8 അല്ലെ. 1.8 mm ആണ് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പിച്ചിന്റെ വാല്യൂ വരുന്നുണ്ടാവും. അപ്പൊ 0.8 ഉണ്ട്, 1 ഉണ്ട്, 1.4 ഉണ്ട്, 1.8 ഉണ്ട് അല്ലെ. അപ്പൊ 1 ഉം 1.4 ഒക്കെ നമുക്ക് മീഡിയം കൂട്ടാം. ഫൈനകത്ത് 0.8 mm വരുന്നുണ്ടാവും. സോ അത്തരത്തിൽ നമുക്ക് പിച്ച്, അതുമായി ബന്ധപ്പെട്ടുള്ള ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ട പിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അത് ടൈപ്സ് ഓഫ് ചിസൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ചിസൽസ്, ദെൻ സ്ക്രാപ്പേഴ്സ്, ഡ്രില്ലിംഗ് ഇവിടെയും വരുന്നുണ്ട്, മറ്റൊരു മൊഡ്യൂളിലും വരുന്നുണ്ടാവും. നമുക്ക് ഡ്രിൽസുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ്. അപ്പൊ അത് ഡ്രില്ലിംഗ് കഴിഞ്ഞു, ഹോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡ്രില്ലിംഗ്. ദെൻ അതിനുശേഷം റീമർ, കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റീമർ. ദെൻ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനുള്ള ഹാൻഡ് ടാപ്സ്. ത്രെഡിംഗ് ഡൈ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ത്രെഡിംഗ് ഡൈ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡ്രില്ലിനെ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്?
ദെൻ മറ്റ് ഓപ്പറേഷനുകൾ ഇത്തരത്തിൽ കൗണ്ടർ സിങ്കിങ്, അതുപോലെ തന്നെ എന്താണ് കൗണ്ടർ സിങ്കിങ് പ്രോസസ്സുകൾ, അത്തരത്തിലുള്ള ഓപ്പറേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് റേഡിയസ് അല്ലെങ്കിൽ ഫില്ലറ്റ് ഗേജസ് ആണ്. ഗേജസുമായി ബന്ധപ്പെട്ട് ഫീലർ ഗേജ്, അതുപോലെ തന്നെ ഗ്രൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഗ്രൈൻഡിങ് വീല്, മാർക്കിംഗ് സിസ്റ്റം, ഗ്രൈൻഡിങ് മെഷീൻസ്. അത്തരത്തിൽ പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഹാക്സോ പഠിക്കേണ്ടതായിട്ടുണ്ട്, ദെൻ ഡ്രിൽസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, റീമേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്, ടാപ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഗേജസുമായി ബന്ധപ്പെട്ട് ഫില്ലറ്റ് ഗേജ്, ഫീലർ ഗേജ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഗ്രൈൻഡിങ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോ അത്തരത്തിൽ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് കട്ടിംഗ് ടൂൾസും ഓപ്പറേഷനുമാണ്. കൃത്യമായിട്ട് നമുക്ക് 10 മാർക്ക് ഇവിടെ നിന്നും കിട്ടുന്നതായിട്ടുണ്ട്. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇത് നാഷണൽ ലെവൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. റീമിംഗ് കൊടുത്തിട്ടുണ്ട്, കൗണ്ടർ ബോറിംഗ്, കൗണ്ടർ സിങ്കിങ്, സ്പോട്ട് ഫേസിംഗ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനുകളാണ് അല്ലെ. റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, കൗണ്ടർ സിങ്കിങ്, സ്പോട്ട് ഫേസിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെ 4 എന്താണ് പ്രോസസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിസ്റ്റ് 2 നോക്കി, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 2 നോക്കി, ദാറ്റ് ഈസ് സ്മൂത്തിങ് ആൻഡ് സ്ക്വയറിംഗ് സർഫസ് അറൌണ്ട് ഹോൾ ഫോർ പ്രോപ്പർ സീറ്റിംഗ്. അതായത് നമുക്കിപ്പോ ഒരു സർഫസ് ഉണ്ട്, നമ്മൾ അതിനകത്ത് ഹോൾ ഡ്രിൽ ചെയ്തിരിക്കട്ടെ, ഇതോ ഇത്തരത്തിൽ സർഫസ് ആണ്, ഹോൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് എന്താണ് പുറത്തേക്ക് ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് എന്താണ് സ്ക്രാപ്സ് വരുന്നുണ്ടാവും അല്ലെ. സോ എന്താണ് ഇത്തരത്തിലുള്ള എന്താണ് ചെറിയ സ്ക്രാപ്സ് വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോ അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു വാഷറോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നെട്ടോ ബോൾട്ടൊക്കെ കൃത്യമായിട്ട് സീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് നമ്മൾ ബർ എന്ന് പറയാം, അത്തരത്തിൽ ബർ എന്ന് പറയാറുണ്ട് അല്ലെ, ബർ. അപ്പൊ അത്തരത്തിൽ ബർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് സീറ്റിംഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ബർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഏത് എന്ന് പറഞ്ഞു നോക്കി. ഏതായിരിക്കും വരുന്നുണ്ടാവുക ഈ 4 എണ്ണത്തില്? റീമിംഗ് ആണോ, കൗണ്ടർ ബോറിംഗ് ആണോ, കൗണ്ടർ സിങ്കിങ് ആണോ, സ്പോട്ട് ഫേസിംഗ് ആണോ? ഏതായിരിക്കും വരുന്നുണ്ടാവുക? ആലോചിച്ച് നോക്കി. തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെ വരുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട് ഫേസിംഗ് ആണ്. ഇവിടെ വരുന്ന എന്തായിരിക്കും? സ്പോട്ട് ഫേസിംഗ് ആയിരിക്കും. അപ്പൊ സ്പോട്ട് ഫേസിംഗ് ആണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സ്മൂത്തിങ് ആൻഡ് സ്ക്വയറിംഗ് ദ സർഫസ് അറൌണ്ട് ദ ഹോൾ ഫോർ പ്രോപ്പർ സീറ്റിംഗ്. കൃത്യമായിട്ട് വാഷറോ അല്ലെങ്കിൽ നമ്മുടെ നട്ടോ ഒക്കെ, നട്ടിന്റെ ഹെഡൊക്കെ കൃത്യമായിട്ട് സീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സർഫസ് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ക്ലിയർ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു പ്രോസസ് ആണ് സ്പോട്ട് ഫേസിംഗ് എന്ന് പറയുന്നത്. സോ ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ അല്ല, നമ്മുടെ ലിസ്റ്റിനകത്ത് ഡി ആണ്. സോ മറ്റേ നോക്കിയാൽ സൈസിങ് ആൻഡ് ഫിനിഷിംഗ് ഹോൾ അല്ലെ, ഹോളിനെ കൃത്യമായിട്ട് സൈസ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക, നമുക്കറിയാം ദാറ്റ് ഈസ് ഏതായിരിക്കും? റീമിംഗ് ആയിരിക്കും. ദെൻ എൻലാർജിങ് ദ എൻഡ് ഓഫ് ഹോൾ അല്ലെ, ആ ഒരു ഹോളിന്റെ എൻഡ് എൻലാർജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഒരു ഹോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഹോളിന്റെ എൻഡ് നമുക്ക് ഇത്തരത്തിൽ വലുതാക്കി കൊടുക്കാന്നിരിക്കട്ടെ. ഇത്തരത്തിൽ വലുതാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ വലുതാക്കി വെച്ചിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ദാറ്റ് ഈസ് ബോറിംഗ് എന്ന് പറയുന്നത് അല്ലെ, ബോറിംഗ് എന്ന് വിളിക്കാം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഓക്കെ. കൗണ്ടർ, നോട്ട് ബോറിംഗ്. എൻലാർജിങ് ദ എൻഡ് മാത്രമേ ഉള്ളൂ, അത് കൗണ്ടർ ബോറിംഗ്. ഇത്തരത്തിൽ എൻഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ബോറിംഗ്. എൻറ്റയർ ഹോള് വലുതാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻലാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോറിംഗ്. ഈ ചെറിയ പോർഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ബോറിംഗ് ആണ് വരിക. സോ ഓപ്ഷൻ എന്താണ്? കൗണ്ടർ ബോറിംഗ് ആണ് ബി എന്ന് പറയുന്നത്. സോ ഇവിടെ ബി വരുന്നുണ്ടാകും. ലാസ്റ്റ് വൺ ഈസ് കോണിക്കൽ ആയിട്ടുള്ള എൻലാർജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം കൗണ്ടർ സിങ്കിങ്. അപ്പൊ ഇവിടെ നോക്കി ഒന്നാമത് എന്ന് വരുന്നത് ദാറ്റ് ഈസ് ബി ആണ് അല്ലെ. അപ്പോ ദാറ്റ് ഈസ് 1 എന്ന് പറയുന്നത് ഡി, അതുപോലെ തന്നെ എന്താണ് എ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് 2. സോ ബി എന്ന് പറയുന്നത് 3 ആണ്. സോ 4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സി ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് റിസൾട്ട് ഇൻ ദ ബെസ്റ്റ് ആക്യുറസി ഓഫ് ദ ഹോൾ മെയ്ഡ്. ഇത്തരത്തിൽ ബെസ്റ്റ് ആക്യുറസി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോള് ചെയ്തതിനകത്ത് അല്ലെ, ഒരു ഡ്രില്ല് ഇതിനകത്ത് കൃത്യമായിട്ട് എന്താണ് ഒരു ഡ്രില്ല് ചെയ്തു, അതിനകത്ത് ബെസ്റ്റ് ആക്യുറസി കൃത്യമായിട്ട് ആ ഹോളിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് പ്രോസസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഡ്രില്ലിംഗ്, ഓപ്ഷൻ ബി റീമിംഗ്, ഓപ്ഷൻ സി ബ്രോച്ചിങ്, ഓപ്ഷൻ ഡി ബോറിംഗ്. കൃത്യമായിട്ടുള്ള ആക്യുറസിയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ ഓൾറെഡി ഡ്രില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ ഹോളിനെ കൃത്യമായിട്ടുള്ള സൈസിലേക്കും ഷേപ്പിലേക്കും നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്നതാണ് റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്നുള്ളത് ഓർത്തിക്കാം. സാധാരണഗതിയിൽ റീമിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഡ്രില്ലിന്റെ ആ ഒരു പ്രോസസിന്റെ സ്പീഡിന്റെ 1/3 ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, സ്റ്റാൻഡേർഡ് പോയിന്റ് ആംഗിൾ ഫോർ ഡ്രിൽ ഫോർ ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ. ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിന്റെ ഡ്രില്ല് കൺസ്ട്രെയിൻ സമയത്ത് അതിന്റെ സ്റ്റാൻഡേർഡ് പോയിന്റ് ആംഗിൾ എത്രയാണ്? ഫോർ ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയലിന് വേണ്ടിയിട്ട്
ഡ്രില്ല് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 118 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 135 135 അല്ലെ 135 അല്ലെ, അതായത് 135 ഡിഗ്രി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ 135 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരം. 135 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ പോയിന്റ് ആംഗിൾ നോക്കിയാൽ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ 60 ഡിഗ്രി മതിയാകും. നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് വുഡ് ആണെങ്കിൽ 90 ഡിഗ്രി. ജനറൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ 118 ഡിഗ്രി ആണ് എന്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽ ആണെങ്കിൽ 135 ഡിഗ്രി എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് എന്താണ് മെഷറിംഗ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മൈക്രോമീറ്റേഴ്സ്, വെർനിയർ കാലിപ്പേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ബെവൽ പ്രൊട്രാക്ടേഴ്സ്, ഓക്കെ, കമ്പാരറ്റേഴ്സ്, അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഗേജസ്, അതുപോലെ തന്നെ ഗേജസ്, ടൈപ്സ് ഓഫ് സ്ലിപ്പ് ഗേജ്, ടൈപ്സ് ഓഫ് ഗേജസ് എൻഡ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് സ്ലിപ്പ് ഗേജസ്, ദെൻ ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് സൈൻ ബാർ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എന്താണ് ജിഗ്സും ഫിക്സ്റ്റേഴ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ലിമിറ്റ് ഫിറ്റ്, അതുപോലെ തന്നെ ഇന്റർചേഞ്ചബിലിറ്റി, ദിസ് ഈസ് കംസ് അണ്ടർ മെട്രോളജി അല്ലെ. ഇത്തരത്തിൽ ടോളറൻസ്, അലവൻസ് എന്താണ്, ഷാഫ്റ്റ് ആൻഡ് ഹോൾ ബേസിസ് സിസ്റ്റം എന്താണ്, ഇന്റർചേഞ്ചബിലിറ്റി എന്താണ്, ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ ഇത്തരത്തിൽ നാലാമത്തെ മൊഡ്യൂളാണ്. സോ അത് 10 മാർക്കിനായിരിക്കും വരുന്നുണ്ടാവുക. സോ മറ്റു ചോദ്യം ഇതാണ് മൊഡ്യൂൾ 4മായി ബന്ധപ്പെട്ട് ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ആർ ഇൻ BIS സിസ്റ്റം. BIS സിസ്റ്റത്തിനകത്ത് ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ ഡീവിയേഷൻ എണ്ണം ഉണ്ട്? ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 26. സോ നമുക്കറിയാം 25 ഫണ്ടമെന്റൽ ഡീവിയേഷനുകളാണ് ഉള്ളത്. 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു ചോദ്യം സൈൻ ബാർ ഈസ് സ്പെസിഫൈഡ് ബൈ. സൈൻ ബാർ ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗുലാർ മെഷറിംഗ് ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ ബാർ യൂസ് ചെയ്യുന്നുണ്ടാവുക. സൈൻ ബാർ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് ടോട്ടൽ ലെങ്ത്, അതിന്റെ ടോട്ടൽ ലെങ്ത് വെച്ചിട്ടാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി സൈസ് ഓഫ് ദ റോളർ, അവിടെ യൂസ് ചെയ്യുന്ന റോളറിന്റെ സൈസിലാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റോളർ. ഓപ്ഷൻ ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോളർ ആൻഡ് അപ്പർ സർഫസ്. ഇവിടെ ഉത്തരം എന്താ വരിക? സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റോളർ ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന 2 റോളറുകൾ ഉണ്ടാവും. ആ 2 റോളറുകളുടെ ഇടയിലുള്ള സെന്റർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എൻ്റയർ ലെങ്ത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് സൈൻ ബാർ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ടു ക്ലാം ദ ജോബ് ഇൻ റിലേഷൻ ടു ടൂൾ ഇൻ മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു വർക്ക് പീസിനെ കൃത്യമായിട്ട് ക്ലാമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ക്ലാമ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? മാസ് പ്രൊഡക്ഷന് വേണ്ടി സമയത്ത് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ വർക്ക് പീസ് ക്ലാമ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഓപ്ഷൻ എ ജിഗ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഫിക്സ്റ്റേഴ്സ്, ഓപ്ഷൻ സി ക്ലാംസ്, ഓപ്ഷൻ ഡി ഗേജ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെവി ജോബ് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷനിലൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഫിക്സ്റ്റേഴ്സ് ആണ്. ക്ലാമ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഫിക്സ്റ്റേഴ്സ് ആണെന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിൽ മില്ലിംഗ് ഫിക്സ്റ്റേഴ്സ്, ലേറ്റ് ഫിക്സ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഫിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ വർക്കിനെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നു, ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ജിഗ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ജിഗ്സ് ആർ യൂസ്ഡ് ഫോർ എന്താണ്? ജിഗിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ജിഗ് ആർ യൂസ്ഡ് ഫോർ ഗൈഡിങ് ആൻഡ് ഹോൾഡിങ് അല്ലെ. അവിടെ ഹോൾഡ് ചെയ്യാനും ക്ലാമ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും നമ്മളെ ടൂളിനെ ഗൈഡ് ചെയ്യാനും സഹായിക്കാറുണ്ട്. സോ അവിടെ ഉത്തരം എന്താ വരിക? ഹോൾഡിംഗ് ആൻഡ് ഗൈഡിങ് അല്ലെ. ഇത്തരത്തിൽ ഹോൾഡിങ്ങും ഗൈഡിങ്ങും ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി അല്ലെ. സോ ഹോൾഡിംഗ് ആൻഡ് ഗൈഡിങ് ഇൻ ഡ്രീമിംഗ് ആൻഡ് ടാപ്പിംഗ് പ്രോസസ്. ഓക്കെ, അവിടെ ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യാനും ടൂളിനെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ജിഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. 5ാമത്തെ മൊഡ്യൂൾ എന്താ? ഫാസ്റ്റ്നേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ. ഇത്തരത്തിൽ ഫാസ്റ്റ്നേഴ്സും പവർ ട്രാൻസ്മിഷനും ആണ് 5ാമത്തെ മൊഡ്യൂൾ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫാസ്റ്റേഴ്സ് ലൈക്ക് എന്താണ് നട്ട്, ബോൾട്ട്, സ്ക്രൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നോക്കിയേ കീസ്, ബോൾട്ട്, ദെൻ അതുപോലെ തന്നെ സ്ക്രൂ ത്രെഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ക്രൂ ത്രെഡ് പലതരത്തിലുള്ള ത്രെഡുകളുണ്ട് അല്ലെ. നമുക്കറിയാം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് അല്ലെങ്കിൽ ആക്മി ത്രെഡ്, അത്തരത്തിലുള്ള എന്താണ് നിരവധി ടൈപ്സ് ഓഫ് ത്രെഡ്, സ്ക്രൂ ത്രെഡുകൾ അവൈലബിൾ ആണ്. ദെൻ ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട് കീസ്, ബോൾട്ട്, വാഷർ, ടൈപ്സ് ഓഫ് വാഷർ, സ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് സ്ക്രൂസ് എന്തിനു യൂസ് ചെയ്യുന്നു, കോട്ടേഴ്സ്, പിന്ന്, അതുപോലെ തന്നെ കപ്ലിങ്സ്, സർക്ലിപ്സ്. ഓക്കെ, അത്രയുമാണ് പ്രധാനമായിട്ട് ഇത്തരത്തിൽ ഓക്കെ ആ ഒരു ഫാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് ജോയിനിങ് മെത്തേഡ് ലൈക്ക് സോൾഡറിങ്, ബ്രേസിങ്, റിവെറ്റിങ് അല്ലെ. പ്രധാനപ്പെട്ട എന്താണ്
നമ്മുടെ ജോയിനിങ് മെത്തേഡുകളാണ് ഇത്തരത്തിൽ സോൾഡറിങ്, ബ്രേസിങ്, റിവെറ്റിംഗ് എന്ന് പറയുന്നത്. റിവെറ്റിംഗുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് റിവെറ്റ്, ദെൻ അതുപോലെ തന്നെ ഡിഫക്റ്റ് ഇൻ റിവെറ്റിംഗ്, അതുപോലെ തന്നെ ടേപ്പർ ആൻഡ് സ്പ്രിങ്സ്. ഇത്തരത്തിൽ 2 ടോപ്പിക് കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫാസ്റ്റ്നേഴ്സ് എന്നുള്ളത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് പവർ ട്രാൻസ്മിഷൻ ആണ്. പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് ബെൽറ്റ്, അതുപോലെ തന്നെ ബെൽറ്റിംഗ്സ് ആൻഡ് സ്ലിപ്പ്, ക്രീപ്പ്, ക്രൗണിങ്, ഡ്രസ്സിംഗ്, ലൈക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടം വരെ. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബെൽറ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എന്താണ് ബെൽറ്റ് ഫാസ്റ്റനിങ് ഡിവൈസസ് ഉണ്ട്. സ്ലിപ്പ് എന്താണ്, ക്രീപ്പ് എന്താണ്, ക്രൗണിങ് ഓഫ് ബെൽറ്റ് അല്ലെങ്കിൽ പുള്ളി എന്ന് പറയുന്നത് എന്താണ്, സോ ഡ്രസ്സിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. ദെൻ ബെൽറ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗിയർ ആണ്. ഗിയർ എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ക്ലച്ചസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബെയറിങ്സ് നമ്മളവിടെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബെയറിങ്സ്, ടൈപ്സ് ഓഫ് ബെയറിങ്സ്, ബെയറിംഗ് മെറ്റീരിയൽ ഏതൊക്കെയാണെന്നുള്ളത് കൂടി കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 5ാമത്തെ മൊഡ്യൂളും 10 മാർക്ക് നമുക്ക് വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ്. കൃത്യമായിട്ട് നമുക്ക് ഫാസ്റ്റ്നേഴ്സും പവർ ട്രാൻസ്മിഷനുമാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് സർക്ലിപ്സ് ആർ മെയ്ഡ് വിത്ത്. സർക്ലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സർക്ലിപ്സ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കേ, ഒന്ന് ആലോചിച്ച് നോക്കി, ഏതായിരിക്കും? സർക്ലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്, സർക്ലിപ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സർക്ലിപ്സ് എന്ന് പറയുന്ന ആ ഒരു ടൂള് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് പറയാം ദാറ്റ് ഈസ് സ്പ്രിംഗ് സ്റ്റീൽ ആണ്. സോ ഓപ്ഷൻ ബി സ്പ്രിംഗ് സ്റ്റീൽ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സർക്ലിപ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇത്തരത്തിൽ നമുക്ക് എന്താണ് കമ്പോണൻസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ് തടയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. സോ അങ്ങനെ എന്താണ് ലീനിയർ മോഷൻസ് അല്ലെങ്കിൽ ലാറ്ററൽ മോഷൻസ് പ്രൊഹിബിറ്റ് ചെയ്യുക, റോട്ടറി മോഷൻസ് പെർമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് റിട്ടൈനിങ് റിംഗ്, സ്നാപ്പ് റിംഗ്, അതുപോലെ തന്നെ സീഗർ റിംഗ്, സീ റിംഗ് എന്നൊക്കെ നമ്മൾ സർക്ലിപ്സിനെ വിളിക്കാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് പിൻ ടേപ്പേഴ്സ് യൂസ്ഡ് ഇൻ ടേപ്പർ പിൻ? ടേപ്പർ പിന്നുകളിൽ ഇത്തരത്തിലുള്ള ടേപ്പർ പിന്നുകൾ ഉണ്ടല്ലോ, ടേപ്പർ പിന്നുകളിൽ ആ ഒരു എന്താണ് ടേപ്പർനെസ് എത്രയാണ്, ടേപ്പർനെസ് വാല്യൂ എത്രയാണ്? 1:30, 1:24, 1:50, 1:100. സോ ടേപ്പറുകളിൽ നമുക്ക് പറയാം 1:50 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും വരാനുള്ളതാണ് ടേപ്പർ പിന്നുമായി ബന്ധപ്പെട്ട്. സോ ഇത്തരത്തിൽ 1:50 ആണ് നമ്മൾ കറസ്പോണ്ടിങ് ടേപ്പർ എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ഹൈ സ്പീഡ് ഗിയേഴ്സ് ആർ ഗിയർ വിത്ത് പെരിഫറൽ വെലോസിറ്റി. അല്ലെ, ഇത്തരത്തിൽ 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചോദ്യമാണ് ഗിയർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. ഹൈ സ്പീഡ് ഗിയർ ആർ ഗിയർ വിത്ത് പെരിഫറൽ വെലോസിറ്റി. ഹൈ സ്പീഡ് ഗിയർ നമുക്കറിയാം എന്താണ് അതിന്റെ വെലോസിറ്റി എത്രയാണ്? മോർ ദാൻ 150 മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ എ, മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ്, മോർ ദാൻ 10 മീറ്റർ പെർ സെക്കൻഡ്, മോർ ദാൻ 5 മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം ദാറ്റ് ഈസ് മോർ ദാൻ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഹൈ സ്പീഡ് ഗിയർ എന്ന് പറയുന്നത്. സോ 15 മീറ്റർ പെർ സെക്കൻഡിന് മുകളിലാണെങ്കിൽ ഹൈ സ്പീഡ്, 3നും 15നും ഇടയിലാണ് സ്പീഡ് എന്നുണ്ടെങ്കിൽ മീഡിയം സ്പീഡ്, ലെസ് ദാൻ 3 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ലോ വെലോസിറ്റി ഗിയർ എന്ന് പറയുന്നു. അപ്പൊ ലോ വെലോസിറ്റി ഗിയർ ഉണ്ട്, മീഡിയം വെലോസിറ്റി ഗിയർ ഉണ്ട്, ഹൈ സ്പീഡ് ഗിയർ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. കറസ്പോണ്ടിങ് വെലോസിറ്റിയുടെ വാല്യൂ കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ മൊഡ്യൂളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് 6ാമത്തെ മൊഡ്യൂൾ. ദാറ്റ് ഈസ് മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. അപ്പോൾ മെറ്റൽസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രധാനമായിട്ടും ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്. ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ആണ് പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറസ്. അയൺ അല്ല പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ടെങ്കിൽ നോൺ ഫെറസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. സോ ഫെറസ് മെറ്റലുമായി ബന്ധപ്പെട്ട് കാസ്റ്റ് അയൺ, സ്റ്റീല് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ 2 to 4% ആണെന്നുണ്ടെങ്കിൽ കാർബൺ പെർസെന്റേജ് 2 to 4% ആണെങ്കിൽ കാസ്റ്റ് അയൺ, 2% വരെയാണെന്നുണ്ടെങ്കിൽ കാർബൺ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ അയണിൽ ദാറ്റ് ഈസ് അത് സ്റ്റീൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റീൽ മേക്കിംഗ് പ്രോസസ് അല്ലെ, ഇത്തരത്തിൽ സ്റ്റീൽ നിർമ്മിക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സ്റ്റീൽ, അതുപോലെ തന്നെ അലോയ്സ്. നമുക്ക് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു അലോയ് ആണ്, ദാറ്റ് ഈസ് അയൺ പ്ലസ് കാർബൺ ആണ്. അതായത് കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് അല്ലെങ്കിൽ ഒരു എലിമെന്റ് ആണ്. സോ അയൺ എന്ന് പറയുന്നത് മെറ്റാലിക് ആയിട്ടുള്ള എലിമെന്റ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്താണ് സ്റ്റീല്, അതുപോലെ തന്നെ അലോയ്സ്, ഫെറസ് ആൻഡ് നോൺ ഫെറസ്. അപ്പൊ ഫെറസ് അലോയ്സ്, നോൺ ഫെറസ് അലോയ്സ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശേഷം നമുക്ക് പഠിക്കേണ്ടതാണ് ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റൽസ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓൺ മെറ്റൽസ്. അതായത് സ്റ്റീലിലൊക്കെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാകും. എന്താണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്? അതിനകത്ത് അനീലിംഗ് പ്രോസസ്സ്, നോർമലൈസിംഗ് പ്രോസസ്സ്, ഹാർഡനിങ് പ്രോസസ്സ്, ടെമ്പറിംഗ് പ്രോസസ്സ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്.
അതുപോലെ സർഫസ് ഹാർഡനിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കേസ് ഹാർഡനിങ്, അതുപോലെ തന്നെ ഹാർഡ്നെസ് ടെസ്റ്റിംഗ്. എന്താണ് ഹാർഡ്നെസ് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് ഇമ്പാക്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇപ്പൊ ചാർപി ടെസ്റ്റ്, ഐസോഡ് ടെസ്റ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് ടെസ്റ്റ് ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റിംഗ്സ് അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അത് പ്രധാനമായിട്ടും മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് 10 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താണ് കൃത്യമായിട്ട് 10 മാർക്ക് നമുക്ക് കിട്ടും അല്ലെ. സോ റീസെന്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. സോ നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെറസ് മെറ്റൽ? തന്നിരിക്കുന്നതിനകത്ത് എന്താണ് ഫെറസ് മെറ്റൽ ഏതാണ്? സോ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. സോ ഫെറസ് മെറ്റൽ, ഫെറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയൺ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫെറസ് മെറ്റൽ ആണ്. സോ കോപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം നോൺ ഫെറസ് സിങ്ക്, നോൺ ഫെറസ് ബ്രാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അലോയ് ആണ് അല്ലെ. ഏതൊക്കെയാണ് ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കുമാണ്. സോ അതാണ് ബ്രാസ് എന്ന് പറയുന്നത്. സോ അതും എന്താണ് അവിടെ അയൺ ഇല്ല. സോ അതുകൊണ്ട് എന്താണ് അത് ഫെറസ് അല്ല അല്ലെ. സോ ഓപ്ഷൻ ബി കാസ്റ്റേൺ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ കാസ്റ്റേൺ, സ്റ്റീല്, റോട്ടേൺ, പിഗ് അയൺ എന്നൊക്കെ എന്താ ഉള്ളത്? ദാറ്റ് ഈസ് ഫെറസ് മെറ്റൽസ് ആണ്. ഓക്കെ. മറ്റൊരു ചോദ്യം, സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. സ്റ്റീൽ എന്ന് പറയുന്നത് അലോയ് ആണ്, അയണും കാർബണും എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഹൗ മച്ച് ഈസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കാർബൺ കണ്ടന്റ് ഇൻ ദ സ്റ്റീൽ? ചോദ്യം ഇതാണ്, അതിനകത്ത് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഇൻ പെർസെന്റേജ് എത്രയാണ്? സ്റ്റീലില് കാർബണിന്റെ മാക്സിമം പെർസെന്റേജ് എത്രയാണ്? ഓക്കെ, നമുക്കറിയാം അപ് ടു 2% ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ് ടു 2% ആണ്. അപ്പോ ഇവിടെ അപ് ടു 2 എന്നുള്ളതിന് അപ്പൊ 1.5 നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ്. 1.5% ആണ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ക്രീപ്പ്? സോ ക്രീപ്പ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. നമ്മൾ എന്താണ് മെറ്റീരിയൽ സയൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് ക്രീപ്പ്. ഫറ്റീഗ്, ക്രീപ്പ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ ക്രീപ്പ്? സോ നമുക്കറിയാം ഓപ്ഷൻ ഡി നോക്കിയേ, സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ഡിഫോർമേഷൻ ഓഫ് മെറ്റീരിയൽ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് അല്ലെ. അതായത് സ്റ്റഡി ലോഡ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളൊരു എന്താണ് ഒരു വസ്തുവിലേക്ക് കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റഡി ലോഡ് കൃത്യമായിട്ട് ഇങ്ങനെ ലോഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറെ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഫെയിലിയർ ആവും അല്ലെ. സോ അതാണ് ബേസിക് കോൺസെപ്റ്റ് ക്രീപ്പുമായി ബന്ധപ്പെട്ട്. സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ഡിഫോർമേഷൻ എന്താണ്? ആ ഒരു മെറ്റീരിയലിന് വളരെ സ്ലോയിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിഫോർമേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിലേക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എന്താണ് എൻവയോൺമെന്റിൽ ഒരു പർട്ടിക്കുലർ സ്റ്റഡി ലോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വളരെ ചെറിയ ഡിഫോർമേഷനും ചെറിയ രീതിയിലുള്ള എന്താണ് സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ഡിഫോർമേഷൻ അവിടെ സംഭവിക്കും എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രീപ്പ് എന്ന് പറയുന്നത്. അത് അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ഫെയിലിയർ സംഭവിക്കുന്നുണ്ടാവും അല്ലെ. സോ അതാണ് ബേസിക് കോൺസെപ്റ്റ്. മറ്റൊരു ചോദ്യം, വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ആസ് ആൻ എനർജൈസർ ഇൻ കാർബറൈസിംഗ് ടു സ്പീഡ് അപ്പ് പ്രോസസ്? അതിൽ കാർബറൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ് സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു എനർജൈസർ പോലെ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ചാർക്കോൾ ആണ്, ഓപ്ഷൻ ബി കോക്ക് ആണ്, ഓപ്ഷൻ ബി ബേരിയം കാർബണേറ്റ്, ഓപ്ഷൻ ഡി വുഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കേട്ടോ. സംശയം നമ്മുടെ ഓപ്ഷൻ സി ആണ്, ബേരിയം കാർബണേറ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ ഉത്തരം? നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്ന ഫെറസ് മെറ്റൽ ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ആ ഒരു പാറ്റേണിലായിരിക്കണം കൃത്യമായിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അത്തരത്തിലുള്ള പാക്ക് അല്ലെങ്കിൽ സോളിഡ് കാർബറൈസിംഗിനകത്ത് ബേരിയം കാർബണേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അവിടെ എനർജൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം ഇതാണ്, വൈ ദ ടെമ്പറിംഗ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ സ്റ്റീൽ? ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഹീറ്റ് ട്രീറ്റ്മെന്റിനകത്ത് അനീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം നോർമലൈസിംഗ് വരുന്നുണ്ട്. ഓക്കെ, അത്തരത്തിൽ എന്താണ് ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്? നോർമലൈസിംഗ്, ഹാർഡനിങ് പ്രോസസ്, ടെമ്പറിംഗ് പ്രോസസ്. അപ്പൊ എന്താണ് ഈ ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടു ആഡ് കട്ടിംഗ് എബിലിറ്റി, ഓപ്ഷൻ ബി ടു റിലീവ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്, ഓപ്ഷൻ സി ടു റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ടു റെഗുലേറ്റ് ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ്. എന്താ വരിക? ടെമ്പറിംഗ് പ്രോസസ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഹാർഡനിങ് ചെയ്തതിനു ശേഷമായിരിക്കും ടെമ്പറിംഗ് ചെയ്യുന്നുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ആ ഒരു ഹാർഡ്നെസ് റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ ടഫ്നെസ്സും ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ ടു ഇംപ്രൂവ് ടഫ്നെസ്, ഇത്തരത്തിൽ ഹാർഡ്നെസ് കുറച്ചുകൊണ്ട് ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെമ്പറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അത് എന്താണ്? ഓക്കെ, ഹാർഡനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കട്ടിംഗ് എബിലിറ്റി ആഡ് ചെയ്യുക അല്ലെ, കട്ടിംഗ് എബിലിറ്റി കൂട്ടുക. ഒരു മെറ്റീരിയലിന്റെ ഒക്കെ ടൂൾ ഫോർ എക്സാമ്പിൾ ടൂളൊക്കെ ഹാർഡൻ ചെയ്യാറുണ്ട്, കട്ടിംഗ് എബിലിറ്റി കൂട്ടുക, അതുപോലെ തന്നെ വെയർ റെസിസ്റ്റൻസ് കൂട്ടുക. ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡനിങ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ടെമ്പറിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ പറഞ്ഞ എക്സസ് ആയിട്ടുള്ള ഹാർഡ്നെസ് അല്ലെങ്കിൽ എക്സ്ട്രീം ബ്രിട്ടിൽനെസ് ഒക്കെ കുറയ്ക്കുക. ഓക്കെ,
അതുപോലെ തന്നെ എന്താണ് ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക, ടഫ്നെസ്സും ഷോക്ക് റെസിസ്റ്റൻസും ഒക്കെ കൂട്ടുക എന്നുള്ളതാണ് ടെമ്പറിംഗ് പ്രോസസ്സ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലീവ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, സോഫ്റ്റൻ ചെയ്യുക. സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനീലിംഗ് പ്രോസസ്. നോർമലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ റിഫൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. സോ റിഫൈൻ ദ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റീൽ, സ്റ്റീലിന്റെ ആ ഒരു ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലൈസിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത് ഓർത്തിരിക്കേണ്ടതായിട്ടും ഉണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് 7ാമത്തെ മൊഡ്യൂളാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർജിങ് എന്ന മൊഡ്യൂൾ 7ാമത്തെ മൊഡ്യൂൾ നോക്കാം. സോ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഫോർജ്, എന്താണ് റിഫ്രാക്ടറി മെറ്റീരിയൽ, ഫോർജ് ഹാൻഡ് ടൂൾസ് ഏതൊക്കെയാണ്, കട്ടിംഗ് ടൂളുകൾ ഏതൊക്കെയാണ്, ആൻവിൽസ് എന്താണ്, അതുപോലെ തന്നെ ഫോർജിങ് ഓഫ് സ്റ്റീൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ഫോർജിങ് ഓപ്പറേഷനുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ഡിഫക്റ്റുകളാണ് അവിടെ ഉണ്ടാവുക, അതുപോലെ തന്നെ അപ്സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രോയിങ് ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ചെറിയൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 7 ഫോർജിങ് എന്ന് പറയുന്നത്. എഗെയിൻ 10 മാർക്സ് ആണ് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ചോദ്യങ്ങൾ വരാം. ദാറ്റ് ഈസ് വിച്ച് അമംഗ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ആൻ ആൻവിൽ ഈസ് കോൾഡ് ബീക്ക്. ബീക്ക് എന്ന് പറയുന്ന പോർഷൻ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ്, എങ്ങനെയാണ് ആ ഒരു പാർട്ട് ഇരിക്കുന്നുണ്ടാവുക? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് റെക്ടാങ്കുലർ ടോപ്പ് സർഫസ്, ഓപ്ഷൻ ബി റൗണ്ട് ടേപ്പേർഡ് എൻഡ്, ഓപ്ഷൻ സി സ്ക്വയർ ഹോൾ, ഓപ്ഷൻ ഡി ബോട്ടം പോർഷൻ. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഇവിടെ ഉത്തരം വരിക ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, റൗണ്ട് ടേപ്പേർഡ് ആയിട്ടാണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, സോ അത്തരത്തിൽ ബീക്ക് എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ ആൻവിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ബീക്ക് എന്ന് പറയുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ ബീക്ക് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടണം, ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ of the stock at expense of its length by application of force in the direction of its length is called. അല്ലേ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കമ്പോണന്റ് ആയിരുന്നു, സോ അതിലേക്ക് നമുക്ക് അതിന്റെ ലെങ്ത് വൈസ് നമ്മൾ എന്ത് ചെയ്തു, ലോഡ് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, അതിന്റെ ഏരിയ കൂടി ലെങ്ത് കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിംഗ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. മറ്റ് പ്രോസസ്സുകൾ, അത്തരത്തിലുള്ള ഫോർജിങ് ഓപ്പറേഷനുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫുള്ളറിംഗ് എന്താണ്, റോൾ ഫോർജിങ് എന്താണ്, സ്വേജിങ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, അങ്ങനെ നിരവധി പ്രോസസ്സുകൾ ഉണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ബാറുകളുടെ ക്രോസ് സെക്ഷൻ കൂട്ടിക്കൊണ്ട് ലെങ്ത് കുറച്ചുകൊണ്ട് ക്രോസ് സെക്ഷൻ കൂട്ടുന്ന പ്രോസസ്സാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, ബക്ലിംഗ് occurs when the length of the stock exceed dash times the diameter. ഇത്തരത്തിൽ ബക്ലിംഗ് ഉണ്ടാവുന്നുണ്ടാവും, അല്ലെ? ഇത്തരത്തിൽ നമുക്ക് നോക്കിയാൽ ഇത്തരത്തിലൊരു റോഡിനകത്ത് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് വളയുന്നുണ്ടാവും, അല്ലെ? സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബക്ലിംഗ് എന്ന് പറയുന്നത്. ബക്ലിംഗ്. അപ്പോൾ അങ്ങനെ ബക്ലിംഗ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന ആ ഒരു ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? സോ ബക്ലിംഗ് occurs when length of the stock exceed 2.5 സെന്റിമീറ്റർ 2.5 ടൈംസ് ദ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ബക്ലിംഗ് ഉണ്ടാകും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ലെങ്ത് ഓഫ് ദ സ്റ്റോക്ക് എക്സീഡ് 2 to 2.5 ടൈംസ് ഇറ്റ്സ് ഡയമീറ്റർ, ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ബക്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയർ സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താണ് ഡിഫോർമേഷൻ സംഭവിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, സിംഗിൾ കണ്ടിന്യൂസ് സ്ക്യൂസിംഗ് ആക്ഷൻ ഈസ് പെർഫോംഡ് ഇൻ. ഇത്തരത്തിൽ സിംഗിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് സ്ക്യൂസിംഗ് ആക്ഷൻ എവിടെയായിരിക്കും ഉണ്ടാവുക? ഒന്ന് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡ്രോപ്പ് ഫോർജിങ്, ഓപ്ഷൻ ബി മെഷീൻ ഫോർജിങ്, ഓപ്ഷൻ സി പ്രസ് ഫോർജിങ്, ഓപ്ഷൻ ഡി റോൾ ഫോർജിങ്. എവിടെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ക്യൂസിംഗ് ആക്ഷൻ നടക്കുന്നുണ്ടാവുക? സംശയമൊന്നും വേണ്ട, ദാറ്റ് ഈസ് പ്രസ് ഫോർജിങ്ങിലാണ് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അതാണ് സ്ക്യൂസിംഗ് ആക്ഷൻ നടക്കുന്നുണ്ടാവുക. ഓക്കെ, സോ കണ്ടിന്യൂസ് സ്ക്യൂസിംഗ് ആക്ഷൻ ഡൺ എവിടെയാണ്? ഓൺ പ്രസ് ഫോർജിങ്. ഓർത്തിരിക്കാം. എട്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. എട്ടാമത്തെ മൊഡ്യൂളാണ് ഷീറ്റ് മെറ്റൽ വർക്ക്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ വർക്ക്. ഓക്കെ, ഷീറ്റ് മെറ്റൽ വർക്കുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ഷീറ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ അവിടെ യൂസ് ചെയ്യുന്ന ടൂൾ, സ്നിപ്സ്, മാലറ്റ്, അതുപോലെ തന്നെ ഹാൻഡ് ടൂൾസുകൾ ഏതൊക്കെയാണ്, കോമ്പസ്, അതുപോലെ തന്നെ സ്റ്റേക്സിന്റെ ഫംഗ്ഷൻ എന്താണ്, ടൈപ്സ് ഓഫ് സ്റ്റേക്കുകൾ ഏതൊക്കെയാണ്, മെറ്റൽ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്കുകൾ, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, ജോയിന്റ്സ്, ബെൻഡിങ് മെഷീൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു ചോദ്യം നോക്കാം, ദാറ്റ് ഈസ് iron hand punch is used for punching the hole up to dash. iron hand punch ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോള് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഞ്ചിങ്ങിന്റെ സഹായത്തോടെ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഹോളിന്റെ ഡയമീറ്റർ എത്ര mm വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 6 mm, ഓപ്ഷൻ ബി 8 mm, ഓപ്ഷൻ സി 4 mm, ഓപ്ഷൻ ഡി 12 mm. ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി 12 mm ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ നോക്കി ഹാൻഡ് ലിവർ പഞ്ചസുമായി ബന്ധപ്പെട്ട് ടിന്നേഴ്സ് ഹാൻഡ് പഞ്ച് ഉണ്ട്, അയൺ ഹാൻഡ് പഞ്ച് ഉണ്ട്. അയൺ ഹാൻഡ് പഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ 12 mm വരെ നമുക്ക് ഷീറ്റില് ഡയമീറ്റർ വെച്ചിട്ടുള്ള ഷീറ്റില്
ഒരു ഹോൾ അടിക്കാം, ആ ഹോൾ ഡയമീറ്റർ 12 mm വരെ നമുക്ക് കിട്ടുന്നുണ്ടാകും. എന്നാൽ ടിനേഴ്സ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ, ടിനേഴ്സ് ഹാൻഡ് പഞ്ച് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 6 mm ആയിരിക്കും അതിന്റെ ഡയമീറ്റർ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്, മാലറ്റ്സ് അല്ലെ, മാലറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ മാലറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. മാലറ്റ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഡയമീറ്റർ ഓഫ് ദ ഫേസ്, ഓപ്ഷൻ ബി ഷേപ്പ് ഓഫ് ദ ഫേസ്, ഓപ്ഷൻ സി ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ്, ഓപ്ഷൻ ഡി ലെങ്ത് ഓഫ് ദ ഹാൻഡിൽ. അപ്പോൾ മാലറ്റ്സ് എന്ന് പറയുന്ന മാലറ്റ്സ് എന്ന് പറയുന്ന വുഡൻ ഹാർഡ് വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നമുക്ക് സ്ട്രൈക്കിംഗ് പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മാലറ്റ്സ്. മാലറ്റ്സിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്? ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരിക. ദാറ്റ് ഈസ് ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ മാലറ്റ് എന്ന് പറയുന്നത്, സോ അത് മാലറ്റിന്റെ പ്രത്യേകത അതിന്റെ ഡയമെൻഷൻ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ഡയമീറ്ററും ആ ഒരു ഫേസിന്റെ ഷേപ്പുമാണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ഷീറ്റ് മെറ്റൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക് അല്ലെ, ഇത്തരത്തിൽ കൊറോസീവ് ആയിട്ടുള്ള ആസിഡുകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റ് ഏതാണ്? ഓക്കെ, ഹൈലി കൊറോസീവ് ആയിട്ടുള്ള ആസിഡ് ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് മെറ്റൽ ഏതാണ്? ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ ബ്ലാക്ക് അയൺ ഷീറ്റ്, ഓപ്ഷൻ ബി ലെഡ് ഷീറ്റ്, ഓപ്ഷൻ സി സ്റ്റെയിൻലെസ് ആയിട്ടുള്ള ഷീറ്റ്, ഓപ്ഷൻ ഡി അലുമിനിയം ഷീറ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് ഉണ്ട്, അലുമിനിയം ഷീറ്റ് ഉണ്ട്, ലെഡ് ഷീറ്റ് ഉണ്ട്, ബ്ലാക്ക് അയൺ ഷീറ്റ് ഉണ്ട്. സോ ലെഡ് ഷീറ്റ് അല്ലെങ്കിൽ ടെർണേ ഷീറ്റ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ബി ലെഡ് ഷീറ്റ്. അപ്പൊ ലെഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഷീറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള ആസിഡ് സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കുകൾ നിർമ്മിക്കാറുണ്ട്. When lead is coated on black iron sheet, അതിൽ ബ്ലാക്ക് അയൺ ഷീറ്റിന്റെ മുകളിൽ ലെഡ് കോട്ട് ചെയ്തെന്ന് വരുന്ന ഷീറ്റിനെ വിളിക്കുന്നവരാണ് ടെർണേ ഷീറ്റ്. ടെർണേ ഷീറ്റ്. അപ്പോൾ ബ്ലാക്ക് അയൺ ഷീറ്റ് എന്ന് പറയുമ്പോൾ വില കുറവായിരിക്കും, അതിന്റെ മുകളിൽ ലെഡ് കോട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ലെഡ് കോട്ട് ചെയ്ത് വരുന്നതായിരിക്കും ടെർണേ ഷീറ്റ്. കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ടെർണേ ഷീറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. സോ 9ാമത്തെ മൊഡ്യൂളാണ് വെൽഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ. വെൽഡിംഗ്. സോ വെൽഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ് വെൽഡിംഗ്. സോ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഗ്യാസ് വെൽഡിംഗ് തന്നെ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് അല്ലെ. ഓക്സി അസറ്റിലിൻ C2H2 ആണ് അസറ്റിലിൻ എന്ന് പറയുന്നത്, ഓക്സിജൻ അല്ലെ. ഇത്തരത്തിൽ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ജനറൽ സേഫ്റ്റി ടൂൾസ്, ജനറൽ സേഫ്റ്റി എങ്ങനെയാണ് അവിടെ യൂസ് ചെയ്യുന്ന ടൂളുകൾ, എക്യുപ്മെന്റുകൾ, ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ടൂളുകൾ, എക്യുപ്മെന്റുകൾ, അതുപോലെ തന്നെ വെൽഡിംഗ് ടോർച്ചുകൾ, അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് മെത്തേഡ്സുകൾ, വെൽഡിംഗ് ടൈപ്പുകൾ ഏതൊക്കെയാണ്, വെൽഡിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെയിമുകൾ, ഓക്സി അസറ്റിലിൻ ഫ്ലെയിമുകൾ ഏതൊക്കെയാണ്, അസറ്റിലിൻ ഗ്യാസ് ജനറേറ്ററുകൾ ഉണ്ടാകും അല്ലെ. അതുപോലെ തന്നെ വെൽഡിംഗ് നോസിലുകൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, ഏതൊക്കെ രീതിയിലാണ് വെൽഡിംഗ് നോസിലുകൾ ഉണ്ടാവുക, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോമൺ മെറ്റൽസ്, സാധാരണ മെറ്റൽസിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ കോമൺ ആയിട്ടുള്ള മെറ്റൽസിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതാണ് ദാറ്റ് ഈസ് ബാക്ക് ഫയർ. അതുപോലെ തന്നെ അവിടെ ബാക്ക് ഫയർ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ ടേം വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കണം. സോ ശേഷം നമുക്ക് പഠിക്കേണ്ടത് ആർക്ക് വെൽഡിംഗ് മെഷീൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതുപോലെ വെൽഡിംഗ് ഡിഫക്റ്റുകൾ, ഇൻസ്പെക്ഷൻ ഓഫ് വെൽഡ്. ഇത്രയുമാണ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ. വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ ബേസിക്സ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടത്. അപ്പോൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കി, അസറ്റിലിൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് ഡാഷ്. കാൽഷ്യം കാർബൈഡും മറ്റൊരു വസ്തുവും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് റിയാക്ഷന്റെ ഫലമായിട്ടായിരിക്കും അസറ്റിലിൻ ഗ്യാസ് C2H2 ഉണ്ടാകുന്നുണ്ടാവുക. ഏതായിരിക്കും അത്? നമുക്ക് പറയാം. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഡിസ്റ്റിൽഡ് വാട്ടർ, ഓപ്ഷൻ സി വാട്ടർ, ഓപ്ഷൻ ഡി അമോണിയ അല്ലെ. അമോണിയ നമുക്ക് ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് കാൽഷ്യം കാർബൈഡ് അല്ലെ. കാൽഷ്യം കാർബൈഡും വെള്ളവും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് അല്ലെ. കാൽഷ്യം കാർബൈഡും വെള്ളവും കൂടിയാ, വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H2O അല്ലെ. ഇത്തരത്തിൽ കാൽഷ്യം കാർബൈഡ് CaCO3 അല്ലെ. ഇത്തരത്തിൽ കാൽഷ്യം കാർബൈഡും വെള്ളവും കൂടി റിയാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ C2H2 എന്ന് പറയുന്ന അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്തരത്തിൽ CaC2 plus 2H2O gives CaOH twice, that is calcium hydroxide and that is acetylene. ഓക്കെ, അല്ലെങ്കിൽ സ്ലേക്കട്ട് ലൈം എന്ന് പറയാറുണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കട്ട് ലൈം നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ഫോർ കംപ്ലീറ്റ് കമ്പഷൻ, പൂർണ്ണമായിട്ടും കത്തുന്നതിന് വേണ്ടിയിട്ട് 1 liter ഓഫ് അസറ്റിലിൻ റിക്വയർസ് ഡാഷ് ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ അല്ലെ. പൂർണ്ണമായിട്ടും കത്തുന്നതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ അസറ്റിലിന് എത്ര ലിറ്റർ ഓക്സിജൻ വേണം? 1 ലിറ്റർ അസറ്റിലിന് എത്ര ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ വേണം? ഓപ്ഷൻ എ 1.5, ഓപ്ഷൻ ബി 1 ലിറ്റർ, ഓപ്ഷൻ സി 2.5 ലിറ്റർ, ഓപ്ഷൻ ഡി 2 ലിറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് പറയാം ദാറ്റ് ഈസ് 2.5 ലിറ്റർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2.5 ലിറ്റേഴ്സ് ആണ് കറസ്പോണ്ടിങ് കംപ്ലീറ്റ് കമ്പഷന് വേണ്ടിയിട്ട് 1 ലിറ്റർ അസറ്റിലിന് വേണ്ടുന്ന നമ്മളുടെ ഓക്സിജന്റെ അളവെന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം,
വിച്ച് ഓക്സിയാസെറ്റിലിൻ ഫ്ലെയിം ഇസ് യൂസ്ഡ് ഫോർ ഹാർഡ് ഫേസിംഗ്, അല്ലെങ്കിൽ സ്റ്റെല്ലൈറ്റിംഗ് അല്ലെങ്കിൽ ഹാർഡ് ഫേസിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിയാസെറ്റിലിൻ ഫ്ലെയിം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനെ കൊടുത്തിരിക്കുന്ന കാർബറൈസിംഗ് ഫ്ലെയിം, ഓപ്ഷൻ ബി ഓക്സിഡൈസിംഗ് ഫ്ലെയിം, ഓപ്ഷൻ സി ന്യൂട്രൽ ഫ്ലെയിം, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബോവ്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താ? ഹാർഡ് ഫേസിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. കാർബറൈസിംഗ് ഫ്ലെയിം ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട നോക്കിയേ, ദാറ്റ് ഈസ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ബ്രാസ് ഫോർ ഓക്സിഡൈസിംഗ് ഫ്ലെയിം, അതുപോലെ തന്നെ സ്റ്റെലൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് ഫേസിംഗ് എന്ന് പറയുന്നത് കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. ബാക്കിയുള്ളതെല്ലാം ന്യൂട്രൽ ഫ്ലെയിം ആണ്. സോ ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരാം. ലാസ്റ്റ് മൊഡ്യൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം മദർ ഓഫ് മെഷീൻസ് എന്നറിയപ്പെടുന്ന ലെയ്ത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷീൻ ടൂൾ ആണ്. ലെയ്ത്തുമായി ബന്ധപ്പെട്ട് പാർട്സ് ഓഫ് ലെയ്ത്ത്, സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്, ബാക്ക് ഗിയർ മെക്കാനിസം, അതുപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, കട്ടിംഗ് ടൂൾസ്, ടൂൾ ആംഗിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, ലെയ്ത്ത് ഓപ്പറേഷൻസ് ലൈക്ക് ത്രെഡ് കട്ടിംഗ്, അതുപോലെ തന്നെ എന്താണ് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കട്ടിംഗ് ആണ്. അതുപോലെ തന്നെ സേഫ്റ്റി ഇൻ ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതാണ് ലെയ്ത്ത്. ലാസ്റ്റ് 10 മാർക്സ് വരുന്നതാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ. സോ ചോദ്യം ഇതാണ്, ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്, യൂസിംഗ് ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്, ടേപ്പർ ഓഫ് 10 mm per 250 mm അല്ലെ. ഇത്തരത്തിൽ 10 mm per 250 mm ലെങ്തിലുള്ള ഒരു ടേപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വർക്ക് പീസ് ഹാവിംഗ് 250 mm ലെങ്ത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് എന്ന് പറയുന്നത് 250 mm ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ d-d എന്ന് പറയുന്നത് എത്ര 10 mm ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ ആ ഒരു കറസ്പോണ്ടിങ് ലെങ്ത് എന്ന് പറയുന്നത് 250 ആണെന്നുള്ളത് അറിയാം അല്ലെ. ഇവിടെ നോക്കി ടേപ്പർ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കി നമുക്ക് ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡിലാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ നമുക്കറിയാം ദാറ്റ് ഈസ് സെറ്റ് ഓവർ മെത്തേഡ് ഡിസ്റ്റൻസ്, സെറ്റ് ഓവർ ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ d ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് അറിയാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ L ഇൻറ്റു d മൈനസ് d ഡിവൈഡ് ബൈ 2 times L എന്നുള്ള ഇക്വേഷൻ അല്ലെ. സോ ഇവിടെ നോക്കി 250 ഇൻറ്റു കറസ്പോണ്ടിങ് 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ദാറ്റ് ഈസ് L എത്രയാണ് 250 അല്ലെ. ഓക്കെ, അപ്പോൾ 250 ക്യാൻസൽ, 5 ക്യാൻസൽ, ദാറ്റ് ഈസ് 10 ക്യാൻസൽ, ഉത്തരം എന്താ 5. അപ്പൊ 5 mm ആയിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, പ്രോബ്ലംസ് അതിൽ നിന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക മൊഡ്യൂളുകളിലെ നമ്മുടെ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യം, ക്യാപ്സ്റ്റൺ ലെയ്ത്ത് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏതാണ്? റാം ടൈപ്പ് അല്ലെ. റാം ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റാം ടൈപ്പ് അല്ലെങ്കിൽ ക്യാപ്സ്റ്റൺ ലെയ്ത്തിൽ എന്താണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഓക്സിലറി സ്ലൈഡ് ഈസ് ദേർ, ഓപ്ഷൻ ബി നോ ഓക്സിലറി സ്ലൈഡ്, ഓപ്ഷൻ സി സാഡിൽ ആൻഡ് ഓക്സിലറി സ്ലൈഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇവിടെ എന്താണ് ക്യാപ്സ്റ്റൺ ലെയ്ത്തിൽ എന്താണ് ഓക്സിലറി സ്ലൈഡ് ഉണ്ടാകും. ക്യാപ്സ്റ്റൺ ലെയ്ത്ത് ഹാസ് ആൻഡ് ഓക്സിലറി സ്ലൈഡ്. അപ്പൊ റാം ടൈപ്പിനകത്ത് കൂടെ കാണുന്നില്ലേ ഓക്സിലറി സ്ലൈഡ് കാണുന്നുണ്ടാവും. ഈ ഓക്സിലറി സ്ലൈഡിന് മുകളിലായിരിക്കും നമ്മൾ ടറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് സാഡിൽ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? സാഡിൽ എന്നാണ്. സാഡിൽ എവിടെയായിരിക്കും സ്ലൈഡ് ചെയ്യുന്നുണ്ടാവുക? അത് നമ്മുടെ ബെഡിലായിരിക്കും. ഇതാണ് ബെഡിന് മുകളിൽ സാഡിൽ സ്ലൈഡ് ചെയ്യുന്നുണ്ടാവും. സാഡിലിനകത്ത് മറ്റൊരു ഓക്സിലറി സ്ലൈഡ് നമുക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ഇസ് റാം. ഈ റാമിന് മുകളിലായിരിക്കും നമുക്ക് ഒരു ടറക്റ്റ്, ഹെക്സഗണൽ ടറക്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ സാഡിൽ ടൈപ്പ് അല്ലെങ്കിൽ ടറക്റ്റ് ടൈപ്പ് ഉണ്ട്. സോ ടറക്റ്റ് ലെയ്ത്തിനകത്ത് ഡയറക്റ്റ് ടറക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സാഡിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ സാഡിൽ വന്നിട്ട് ബെഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? സ്ലൈഡ് ചെയ്യുന്നുണ്ടാവും. ദർ ഈസ് നോ ഓക്സിലറി സ്ലൈഡ് എന്നുള്ളത് ഓർത്തിരിക്കും. ഓക്കെ, സോ അതൊരു പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യം ദാറ്റ് ഈസ് ടൂൾ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആംഗിൾസും കാര്യങ്ങളും നോമൻക്ലേച്ചർ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കേ 10, 12, 8, 6, 15, 23 എന്നുള്ള രീതിയിൽ 7 വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവില്ല. 1, 2, 3, 5, 6, 7 വാല്യൂസ് കൊടുത്തിട്ടുണ്ടാകും. ആ 7 വാല്യൂസിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. ഇവിടെ 12 റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? 12 എന്തിനാണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ സൈഡ് കട്ടിംഗ് എഡ്ജ്, ഓപ്ഷൻ ബി സൈഡ് റേക്ക് ആംഗിൾ, ഓപ്ഷൻ ബി ബാക്ക് റേക്ക് ആംഗിൾ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി സൈഡ് ക്ലിയറൻസ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ബാക്ക് റേക്ക്, സൈഡ് റേക്ക്, ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നുണ്ടാവുക. സൈഡ് റേക്ക് ആംഗിൾ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി സൈഡ് റേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന്റെ ആ ഒരു ഓർഡർ ഇങ്ങനെയാണ്. ഇവിടെ എന്തുണ്ടാവും? ഇത്തരത്തിൽ ബാക്ക് റേക്ക് ഉണ്ടാകും, അതിനുശേഷം സൈഡ് റേക്ക് ഉണ്ടാകും, അതിനുശേഷം എൻഡ് റിലീഫ് ആംഗിൾ ഉണ്ടാകും, അതിനുശേഷം സൈഡ് റിലീഫ് ആംഗിൾ ഉണ്ടാകും, അതിനുശേഷം എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഉണ്ടാകും, അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ് എഡ്ജ്, ലാസ്റ്റ് വൺ ഈസ് നോസ് റേഡിയസ്. അപ്പൊ ഇത്തരത്തിലായിരിക്കും എന്തെന്നുണ്ടാവുക? ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 10 മൊഡ്യൂളുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, ദാറ്റ് മീൻസ് എന്താണ്? കൃത്യമായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് PSC തന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്.
ഓക്കെ, അപ്പൊ 10 മൊഡ്യൂൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അഥവാ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു പോവുക. പഠിച്ചു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക. ഇനിയും അത് മുന്നോട്ട് പഠിക്കാനുള്ളവർ കൃത്യമായിട്ട് അത് സ്ട്രാറ്റജിക് ആയിട്ട്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. മാക്സിമം നമ്മളുടെ മുന്നിൽ ഒരു 75 to 80 ഡേയ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേയ്സ് എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ എക്സാമിന് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എക്സാമിന് അത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഈ ഡേയ്സ് അത് കൃത്യമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും നമ്മളുടെ കോഴ്സസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആപ്ലിക്കേഷനിലുള്ള ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. ഓക്കെ, അതിലൂടെ തന്നെ നമുക്ക് ഏകദേശം ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടാകും. സോ അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. റിവൈസ് ചെയ്യുക. ഓരോ മൊഡ്യൂൾസുകളും പഠിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്കഷൻ ചെയ്യുന്ന ദിവസം എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വന്ന് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ ടോപ്പിക്സ് വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടാകും. ആ ഒരു മൊഡ്യൂൾ അവിടെ നമ്മൾ നിർത്തുന്നു, ആ ഒരു രീതിയിൽ കവർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം സിലബസ് അനലൈസ് ചെയ്തു, നന്നായിട്ട് വെയിറ്റേജസ് നമ്മൾ നോക്കി. അതിനുശേഷം കൃത്യമായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സസും നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്, കോഴ്സസിൽ അവൈലബിൾ ആണ്. അത് കോഴ്സസ് എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു ഡേയ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 50 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞവർ കൃത്യമായിട്ട് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ MCQs നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിനുള്ള ടെസ്റ്റ് സീരീസിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, സോ വീക്ക്ലി റിവിഷൻസ് അവൈലബിൾ ആണ്, റിവൈസ് ചെയ്യേണ്ടി പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട റെഫറൻസ് ആണ്. റെഫറൻസ് ബുക്ക് നമുക്കറിയാം, ഫിറ്ററിന്റെ അനിമീയുടെ ടെക്സ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അത് അതിന്റെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് എടുത്ത് വെക്കുക എല്ലാവരും. സോ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ bharatskills.gov.in എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതല്ല മറ്റ് തിയറി ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പബ്ലിക്കേഷൻസിൽ അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഫർദർ റെഫറൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. മറ്റ് MCQs, അഡീഷണൽ ആയിട്ടുള്ള MCQs നിങ്ങൾ ജസ്റ്റ് സർഫ് ചെയ്താൽ മതി. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അത്തരത്തിൽ textbook.com ബൈജൂസിൽ, അതുപോലെ തന്നെ examveda.com, bharatskills.gov.in അതിന്റെ കറസ്പോണ്ടിങ് MCQ സെഷൻസ് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ സാൻഫൗണ്ടറി, objectivebooks.com നമുക്ക് ഇത്തരത്തിലുള്ള MCQs, ധാരാളം MCQs നമുക്ക് ടോപ്പിക്സ് വൈസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മാക്സിമം ടൈം എടുത്തിട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മളുടെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാംസിന്റെ ഒരു വിന്നേഴ്സ് ആണ് നമ്മുടെ ചിത്രത്തിൽ കാണുന്നത്. നിരവധി ആൾക്കാർ നമ്മളുടെ കോഴ്സിലൂടെ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ജോലിയിലേക്ക്, നമ്മുടെ ഒരു സ്വപ്ന ജോലിയാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാർ ജോലിയിലേക്ക് കയറിയ നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആണ്. സോ അവരെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിലൂടെയാണ് ആ ഒരു വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി ഒരിക്കലും പിന്നിലേക്ക് പോകില്ല, നമ്മുടെ മുന്നിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എയിം, ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്തുക, എല്ലാവരും ജോലിയിലേക്ക് പ്രവേശിക്കുക, അല്ലെ, ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് നിരവധി റാങ്കുകൾ ഉണ്ട്, അല്ലെ. അപ്പോൾ അത്തരത്തിൽ ഉയർന്ന റാങ്കുകളിലേക്ക് വന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ ഇതുപോലെ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചവരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവർ ചെയ്ത എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളോടൊപ്പം തന്നെ ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അത്തരത്തിൽ മറ്റ് യൂണിവേഴ്സിറ്റി കേരളയിലുള്ള കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള റിസൾട്ട് വന്നപ്പോഴും നമ്മളുടെ കുട്ടികൾ വളരെയധികം മുന്നിലേക്ക് വന്നിരുന്നു. സോ അത്തരത്തിലുള്ള എന്താണ് നമ്മളുടെ മുന്നിലുള്ള എന്താണ് പ്രൂഫ് അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റുഡൻസിനെ തന്നെയാണ്. അപ്പൊ ഇതുപോലെ നാളെ നിങ്ങളുടെയും ചിത്രങ്ങൾ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രോഷറിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സിന്റെ ഫിറ്റർ കോഴ്സ് നിലവിൽ നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സസ് ഏകദേശം കംപ്ലീഷനിലേക്ക് പോവുകയാണ്. കാര്യം അവിടെ ഇപ്പോൾ ഡിസ്കഷൻ സെഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാകും. സോ എല്ലാവരും നമ്മളോടൊപ്പം തന്നെ കൂടാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റാങ്ക് ഓരോ ഉയർന്ന റാങ്കിലേക്കും എല്ലാവരും എത്താൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് നമ്മളുടെ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിന് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഉയർന്ന മാർക്കുകൾ ലഭിക്കട്ടെ, ഉയർന്ന റാങ്കുകൾ ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ ജോലിയിലേക്കും എല്ലാവരും കയറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? സർ, നമുക്ക് ഫിറ്ററിന്റെ അല്ലാതെ തന്നെ വേറെ ട്രേഡിന്റെ ഇത് കൊടുക്കുന്നു എക്സാം. ടൂൾ ആൻഡ് ഡൈയുടെ ഇൻസ്ട്രക്ടറിന്റെ പോസ്റ്റ് എക്സാം വരുന്നുണ്ട്. അതിന് നമുക്ക് ഇതുപോലെ കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ക്ലാസ്സസ് ഉണ്ടോന്നാണോ ചോദിച്ചത്? ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒന്ന് പറയുമോ? ടൂൾ ആൻഡ് ഡൈ എന്ന് പറയുന്ന എക്സാമിന്റെ കോഴ്സ് ഉണ്ടോന്നാണോ ചോദിച്ചത്? ജൂനിയർ ഇൻസ്ട്രക്ടർ ടൂൾ ആൻഡ് ഡൈ. ജൂനിയർ ഇൻസ്ട്രക്ടർ ടൂൾ ആൻഡ് ഡൈയുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ? ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെ? ജസ്റ്റ് നമ്മുടെ ആ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഈ മെന്റർ ഉണ്ടാകും, ആ മെന്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് കോഴ്സസിന്റെ അവൈലബിലിറ്റി അറിയാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഫൈൻ. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പൊ നല്ലൊരു വിജയം എല്ലാവർക്കും ലഭിക്കട്ടെ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.